അയോൾ നമ്മളുടെ അടുത്ത ബ്രിഡ്ജ് സർക്യൂട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ബ്രിഡ്ജ് സർക്യൂട്ടാണ് ഹെയ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുവരെ 3 ബ്രിഡ്ജ് സർക്യൂട്ടുകളാണ് പ്രധാനമായിട്ട് പഠിച്ചത്. ആദ്യത്തത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആയിരുന്നു. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പ്യുവർലി റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്നു. അതേപോലെ മാക്സ്വെൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റിനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളുടെ മാക്സ്വെൽ ബ്രിഡ്ജിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് ഹെയ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും മാക്സ്വെൽ ബ്രിഡ്ജും ഹെയ്സ് ബ്രിഡ്ജും തമ്മിലുള്ള വ്യത്യാസം? മാക്സ്വെൽ ബ്രിഡ്ജ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റ് തന്നെയാണ് മാക്സ്വെല്ലും ഹെയ്സിലും ഉപയോഗിക്കുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹൈ ക്യൂ ഫാക്ടറുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടറുള്ള കോയിലുകളുടെ ഇൻഡക്റ്റൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ, ഹൈ ക്യൂ ഫാക്ടർ അഥവാ ക്വാളിറ്റി ഫാക്ടറുള്ള കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ അവിടെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഹെയ്സ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ക്യൂ ഫാക്ടർ ലോ ആണെങ്കിൽ, ലോ ക്യൂ ഫാക്ടറുള്ള കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ അവിടെയാണ് നമ്മൾ മാക്സ്വെൽ ബ്രിഡ്ജ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പം ഒരു കാര്യത്തിൽ മാക്സ്വെൽ ബ്രിഡ്ജും ഹെയ്സ് ബ്രിഡ്ജും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഈ 2 ബ്രിഡ്ജുകളും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് AC ബ്രിഡ്ജുകളായിട്ടാണ്. മാക്സ്വെൽ ബ്രിഡ്ജും ഹെയ്സ് ബ്രിഡ്ജും ശരിക്കും പറഞ്ഞാൽ ഒരു AC ബ്രിഡ്ജുകളാണ്, ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കും. പക്ഷേ എവിടെയാണ് വ്യത്യാസം? ഹെയ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഹൈ ക്യൂ ഫാക്ടർ ഉള്ള, അതായത് ക്വാളിറ്റി ഫാക്ടർ ഒരു ഗ്രേറ്റർ ദാൻ 10 ഒക്കെയുള്ള ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാക്സ്വെൽ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ക്യൂ ഫാക്ടർ ഒരു 1 to 10 റേഞ്ചിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ ആ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനാണ് മാക്സ്വെൽ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. മാക്സ്വെൽ ബ്രിഡ്ജ് ആണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടത്. ആ കോയിലിൻ്റെ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 to 10, അതായത് 1നും 10നും ഇടയിലായിരിക്കും. എന്നാൽ ഹെയ്സ് ബ്രിഡ്ജ് ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുമ്പം ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കും. ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കും. ഇനി ഇവ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്? 2 ബ്രിഡ്ജുകളും AC ബ്രിഡ്ജുകളാണ്. എന്താണ് AC ബ്രിഡ്ജ് എന്ന് വെച്ചാൽ? AC സിഗ്നലാണ് കൊടുക്കുന്നത്. ഈ ഒരു സർക്യൂട്ടിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് AC സിഗ്നലാണ് എന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് വരാം. ഹെയ്സ് ബ്രിഡ്ജ്. ഹെയ്സ് ബ്രിഡ്ജ് ഈസ് എ ടൈപ്പ് ഓഫ് എ AC ബ്രിഡ്ജ് സർക്യൂട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ വിത്ത് ഹൈ ക്യൂ ഫാക്ടർ. ഈ ഒരു പോയിൻ്റാണ് ഇവിടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യണം. ആ ഇൻഡക്റ്റൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ക്യൂ ഫാക്ടർ വളരെ ഹൈ ആയിരിക്കണം. അതായത് ഒരു ഗ്രേറ്റർ ദാൻ 10 ഒക്കെ വരുന്ന ഒരു സർക്യൂട്ടിലാണ് കോമൺ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹെയ്സ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഹെയ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് മാക്സ്വെൽ ബ്രിഡ്ജിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ്. എന്താണ് മോഡിഫിക്കേഷൻ എന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഈ 2 ബ്രിഡ്ജിനും തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും AC ബ്രിഡ്ജുകളാണ്. അതായത് ഒരു AC വോൾട്ടേജ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എക്സൈറ്റ് ചെയ്യേണ്ടത്. അപ്പം മെയിൻ ഡിഫറൻസ് എന്താണ്? മാക്സ്വെൽ ബ്രിഡ്ജും ഹെയ്സ് ബ്രിഡ്ജും ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുമ്പം ആ കോയിലിൻ്റെ ക്യൂ ഫാക്ടർ ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ അവിടെ ഹെയ്സ് ബ്രിഡ്ജ് ഉപയോഗിക്കും. 1നും 10നും ഇടയിലാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മാക്സ്വെൽ ബ്രിഡ്ജ് ആയിരിക്കും എന്ന് പഠിക്കും. ഇനി നമുക്ക് നോക്കാം. ഹെയ്സ് ബ്രിഡ്ജ് ഈസ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ആണല്ലോ. ഇനി ഇവിടുത്തെ ഡിഫറൻസിലേക്ക് ഞാൻ വരാം. നമ്മൾ കഴിഞ്ഞ മാക്സ്വെൽ ബ്രിഡ്ജിലെ മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് പഠിച്ചിരുന്നു. രണ്ടാമത് മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്. ഇവിടെ എങ്ങനെയാണ് ചെയ്തത്? ഒരു ആമിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ഇൻഡക്ടറും അതേപോലെ R1 എന്ന് പറയുന്ന റെസിസ്റ്ററും സീരീസായി കൊടുത്തു.
മറ്റൊരു ആമിൽ R2 എന്ന് പറയുന്ന റെസിസ്റ്റർ മാത്രം, മറ്റൊരു ആമിൽ R3 എന്ന് പറയുന്ന റെസിസ്റ്റർ മാത്രം. നാലാമത്തെ ആം നോക്കിയേ, ഇവിടെ ഒരു കപ്പാസിറ്ററും ഒരു വാരിയബിൾ റെസിസ്റ്ററും പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആണല്ലോ. ഒന്നിൽ R1ഉം L1ഉം സീരീസ് ആയിട്ട് കൊടുത്തു, ഒന്നിൽ R3 മാത്രം, ഒന്നിൽ R2 മാത്രം, ഇവിടെ R4ഉം C4ഉം പാരലായിട്ടും കൊടുത്തു ആണല്ലോ. എന്നാൽ ഇവിടുത്തെ നമ്മുടെ ഹെയ്സ് ബ്രിഡ്ജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാക്സ്വെൽ ബ്രിഡ്ജിൻ്റെ മോഡിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ R4ഉം C4ഉം പാരലായിട്ടാണ് മാക്സ്വെല് കൊടുത്തത്. ഇവിടെ R4ഉം C4ഉം സീരീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഹെയ്സ് ബ്രിഡ്ജിൽ R4ഉം C4ഉം സീരീസ് ആയിട്ട്. ഇപ്പം നോക്കിക്കോളൂ, AB എന്ന് പറയുന്ന ഈ ഒരു ആമിൽ ഇവിടെ R1 ഉണ്ട്, L1ഉം സീരീസ് ആയി കൊടുത്തു. ഇനി AD എന്ന് പറയുന്ന ആമിൽ R2 മാത്രം, BC എന്ന് പറയുന്നതിൽ R3 മാത്രം, CD എന്ന് പറയുമ്പം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, R4ഉം C4ഉം എങ്ങനെ കൊടുത്തു, സീരീസ് ആയിട്ട്. മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിലോ ഇത് രണ്ടും പാരലായിരുന്നു, ഇവിടെ എങ്ങനെ കൊടുത്തിരിക്കുന്നു, സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന കാര്യവും കൂടി നമ്മൾ പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണല്ലോ. അപ്പം മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജും ഈ പറഞ്ഞ ഹെയ്സ് ബ്രിഡ്ജും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം പഠിച്ചു വയ്ക്കുക. മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ലോ ക്യൂ ഫാക്ടർ ഉള്ള ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റിന് ഉപയോഗിക്കുമ്പം ഹെയ്സ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഹൈ ക്യൂ ഫാക്ടർ ഉള്ള ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് ആണ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ കൺസ്ട്രക്ഷൻ വൈസ് ഇതിലുള്ള വ്യത്യാസം എന്തായിരുന്നു, ഒരു ആമിൽ മാത്രം ഈ ഒരു റെസിസ്റ്റർ വാരിയബിൾ റെസിസ്റ്ററും വാരിയബിൾ കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കൊടുത്തു എവിടെ, ഹെയ്സ് ബ്രിഡ്ജിന്. അതേസമയം മാക്സ്വെൽ കപ്പാസിറ്റൻസ് ബ്രിഡ്ജിലോ അത് പാരലായിട്ട് കൊടുത്തു. വേറെ കൺസ്ട്രക്ഷൻ വൈസ് ഒരു വ്യത്യാസവും നമുക്കിവിടെ പറയാൻ ഇല്ല എന്ന് കൂടെ നമ്മളിവിടെ മനസ്സിലാക്കുക. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം L1 എന്ന് പറയുന്ന ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കണം, R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ഇവിടുത്തെ എയിം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോയിന്റ് തന്നെയാണ്, ഈ പറയുന്ന ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡിറ്റക്ടർ എന്ന് വെച്ചാൽ ഒരു ഗാൽവനോമീറ്റർ ആണ്, ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പാസ് ചെയ്യാതിരുന്നാൽ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവും. എങ്ങനെയായിരുന്നു ബാലൻസ്ഡ് കണ്ടീഷൻ, ഓപ്പോസിറ്റ് ആംസ് എടുത്താൽ മതി അല്ലേ. ഇവിടെ ആദ്യം നമ്മൾ എ സി സർക്യൂട്ട് ഉപയോഗിച്ച് എക്സൈറ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും, ടോട്ടൽ ഇംപിഡൻസ് ആണ് എടുക്കുന്നത് അല്ലേ. ഈ പറയുന്ന ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DC സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആണ് എന്നങ്ങ് അറിയാം. ഇവിടെ നോക്കൂ, ഇവിടെ AB എന്ന് പറയുന്ന ആമും AD എന്ന് പറയുന്ന ആമിൻ്റെയും റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും, BC എന്ന് പറയുന്ന ആമിൻ്റെ ഇംപെഡൻസിനും CD എന്ന് പറയുന്ന ആമിൻ്റെ ഇംപെഡൻസിനും ഈക്വൽ ആയിരിക്കും. അതായത് ZAB ഡിവൈഡഡ് ബൈ ZAD ഈസ് ഈക്വൽ ടു ZBC ഡിവൈഡഡ് ബൈ ZCD എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ZAB ഇൻറ്റു ZCD ഈസ് ഈക്വൽ ടു ZAD ഇൻറ്റു ZBC എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇത് നമ്മളുടെ ബാലൻസ് കണ്ടീഷനാണ്. ബാലൻസ് കണ്ടീഷനാണ് ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു ബ്രിഡ്ജ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ZAB എന്താണ് ZAB വരുന്നത്, R1 പ്ലസ് L1 സീരീസ് ആണ്. അപ്പം ZAB എന്ത് വരും, ZAB ഈക്വൽ ടു R1 പ്ലസ് J ഒമേഗ L1, R1 പ്ലസ് J ഒമേഗ L1 എന്ന് വരും ZAB ആണല്ലോ. ഇനി ZADയോ, ZAD R2 മാത്രമേ ഉള്ളൂ, നമ്മൾ R2 എന്ന് എഴുതും. ഇനി നോക്കൂ, ZBC
എന്താ ഇസഡ് ബി സി വരുന്നത്? R3 എന്നാണ് വരിക. ഇസഡ് ബി സി എന്ന് പറഞ്ഞാൽ R3 ആണ് വരിക. ഇനി ഇസഡ് സി ഡി, അടുത്തത് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇസഡ് സി ഡി എന്ന് പറയുമ്പം R4ഉം ഉണ്ട് C4ഉം ഉണ്ട്. എങ്ങനെ എഴുതാം? R4 പ്ലസ് ഈ പറയുന്ന കപ്പാസിറ്ററിൻ്റെ ആ ഒരു കപ്പാസിറ്റി റിയാക്റ്റൻസ് നമ്മൾ എങ്ങനെ എഴുതും? 1/j ഒമേഗ C4 എന്ന് നമുക്ക് എഴുതാം. 1+j ഒമേഗ C4 എന്ന് എഴുതാം. ഞാൻ ഈ പറയുന്ന 1/j ഒമേഗ C4നെ ഒന്നിങ്ങോട്ട് എടുക്കുകയാണ്. 1/j ഒമേഗ C4 എന്ന് പറയുന്ന ഭാഗം ഇതാണ് അല്ലേ? ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ജെ നമുക്കറിയാം, അതൊരു കോംപ്ലക്സ് വാരിയബിളാണ്, നമുക്കറിയാം. ഇവിടെയും ഒരു ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും ഒരു ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പം എന്തായി? ജെ ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ ഇൻറ്റു ഒമേഗ C4 എന്ന് വരും. എന്താണ് ഈ ജെ സ്ക്വയറിൻ്റെ വാല്യൂ? ജെ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ് അല്ലേ? നമ്മൾ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ളതാണ് ജെ സ്ക്വയർ. മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ജെ സ്ക്വയർ -1. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? -j ബൈ ഒമേഗ C4 എന്ന് എഴുതിക്കൂടെ? -j ബൈ ഒമേഗ C4. അപ്പോൾ എനിക്ക് ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? R4 - j ബൈ ഒമേഗ C4 എന്ന് എഴുതാലോ. R4 - j ബൈ ഒമേഗ C4 എന്ന് നമുക്ക് കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 4 ആംസിൻ്റെയും ഇംപെഡൻസ് കണ്ടുപിടിച്ചു. ഇവിടെ R1 + j ഒമേഗ L1 ആയി, AD എന്ന് പറയുന്നത് R2 ആയി, BC എന്ന് പറയുന്നത് R3 ആയി, CD എന്ന് പറയുന്ന ഈ 4 കാര്യങ്ങളും നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മളുടെ ബാലൻസ് കണ്ടീഷൻ എന്തായിരുന്നു? സെറ്റ് എ ബി ഇൻറ്റു സെറ്റ് സി ഡി ഇസ് ഈക്വൽ ടു സെറ്റ് എ ഡി ഇൻറ്റു ഇസഡ് ബി സി. സെറ്റ് എ ബി, സെറ്റ് സി ഡി, സെറ്റ് ബി സി ഇൻറ്റു സെറ്റ് എ ഡി എന്ന് നമ്മൾ പഠിച്ചു വെച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ബാലൻസ് കണ്ടീഷനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ബാലൻസ് കണ്ടീഷൻ? ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതാം, ശ്രദ്ധിച്ചോളൂ. ഇസഡ് എ ബി ഇൻറ്റു ഇസഡ് സി ഡി ഇസഡ് എ ബി ഇൻറ്റു ഇസഡ് സി ഡി ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ഇസഡ് ബി സി ഇൻറ്റു ഇസഡ് എ ഡി എന്ന് വരും നമ്മുടെ ബാലൻസ് കണ്ടീഷൻ. ഇസഡ് എ ബി എന്താ വരുന്നത്? R1 പ്ലസ്, ഞാനിവിടെ എഴുതാം, R1 പ്ലസ് j ഒമേഗ L1, അതാണ് ഇസഡ് എ ബി. ഇനി ഇസഡ് സി ഡി എന്താ വരുന്നത്? ഇസഡ് സി ഡി R4 മൈനസ് j ബൈ ഒമേഗ C4 എന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇസഡ് എ ബി ആയി, ഇസഡ് സി ഡി ആയി, ഇസ് ഈക്വൽ ടു ഇസഡ് ബി സി ഇൻറ്റു ഇസഡ് എ ഡി, അതായത് R2 ഇൻറ്റു R3, R2 ഇൻറ്റു R3 എന്ന് വന്നു. നമുക്കിനി എന്ത് ചെയ്യാം? ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. R1 ഇൻറ്റു R4, ശ്രദ്ധിക്കുക, R1 ഇൻറ്റു R4 എന്ത് വന്നു? R1 R4. ഇനി R1 ഇൻറ്റു -j ബൈ ഒമേഗ C4. ആദ്യത്തത് ശ്രദ്ധിച്ചോളൂ, R1 ഇൻറ്റു R4. അടുത്തതോ പ്ലസ് R1 ഇൻറ്റു -j ബൈ ഒമേഗ C4. അടുത്തതോ j ഒമേഗ L1 ഇൻറ്റു R4. അടുത്തതോ ഇവിടെ പ്ലസ് j ഒമേഗ L1 ഇൻറ്റു -j ബൈ ഒമേഗ C4 ഈസ് ഈക്വൽ ടു R2 ഇൻറ്റു R3 എന്ന് വന്നു. ഈസ് ഈക്വൽ ടു R2 ഇൻറ്റു R3. നമുക്കിതിലൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? R1 ഇൻറ്റു R4, അടുത്തത് -j ഇൻറ്റു R1 ബൈ
ഒമേഗ C4 പ്ലസ് ജെ ഒമേഗ L1 ജെ ഒമേഗ L1 R4 ഇനി ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നോക്കൂ നിങ്ങൾ, ജെ ഒമേഗ L1 ഇൻറ്റു മൈനസ് ജെ ഒമേഗ C4 ആണ്. ഇവിടെ ഒരു ഒമേഗയും ഈ ഒരു ഒമേഗയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവുക? ജെ മൈനസ് ജെ ഇൻറ്റു ജെ മൈനസ് ജെ സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജെ സ്ക്വയർ മൈനസ് 1. അപ്പം മൈനസ് ജെ സ്ക്വയർ എന്ന് പറഞ്ഞാലോ 1 അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? L1/C4 ഈസ് ഈക്വൽ ടു R2 R3 എന്ന് വരും. കിട്ടിയോ? R2 R3 എന്ന് വരും. ഇനി നമുക്കിതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇതിലെ റിയൽ ടേമുകളെ ഒരുമിച്ച് എഴുതാം. എങ്ങനെ വരും? R1 R4 പ്ലസ് L1/C4 മൈനസ് R2 R3 ഈസ് ഈക്വൽ ടു 0. ഞാൻ റിയൽ ടേമുകളെ ഇക്വേറ്റ് ചെയ്തു. R1 R4 പ്ലസ് L1/C4 ഈസ് മൈനസ് R2 R3 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഞാനിവിടെ എഴുതി വെച്ചു. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈക്വൽ ടു 0യിലേക്ക് കൊടുക്കണ്ട, ഈസ് ഈക്വൽ ടു R2 R3 എന്നാക്കി. ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് എഴുതി? ഇവിടെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇക്വേഷൻ 1. ഇനി ഇതേപോലെ ഇമാജിനറി പാർട്ടും കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ നോക്കൂ നിങ്ങൾ, ജെ ആണ് ഇമാജിനറി. ഇപ്പം ജെനെ ഞാൻ പുറത്തെടുത്താൽ എന്താ വരിക? ഒമേഗ L1 R4 മൈനസ് R1 ഒമേഗ C4 എന്ന് പറയുന്ന ഭാഗം 0യിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? ഒമേഗ R4 ഇൻറ്റു L1 മൈനസ് R1 ഒമേഗ C4 ഈക്വൽ ടു 0 എന്ന് വരും. കിട്ടുമല്ലോ ഈ ഭാഗം. അതായത് ഒമേഗ L1 R4 മൈനസ് R1 ഒമേഗ C4 ഈക്വൽ ടു 0. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ L1 R4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? R1 ഒമേഗ C4 എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും R1 വരിക? ഒമേഗ L1 ഇൻറ്റു R4 ഇൻറ്റു ഒമേഗ C4 ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ L1 R4 C4. ഒമേഗ സ്ക്വയർ L1 R4 C4 എന്ന് നമുക്ക് എന്ത് കിട്ടി? R1ന് ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് ഇനിയും ആവശ്യമുണ്ട്. ഒന്ന് ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ R1ൻ്റെ വാല്യൂവിനെ ആദ്യത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. R1ൻ്റെ വാല്യൂവിനെ ഇക്വേഷൻ 1ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. നോക്കാം നമുക്ക്. ഇവിടെ R1 ഉണ്ട്. അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? R4 ഇൻറ്റു R1 എന്താ? ഒമേഗ സ്ക്വയർ R4 L1 C4 പ്ലസ് L1/C4 is equal to R2 ഇൻറ്റു R3. കിട്ടിയോ? R1ൻ്റെ വാല്യൂ ഞാൻ ഇക്വേഷൻ 1ലോട്ട്, ഇതാണ് നമ്മളുടെ R1ൻ്റെ വാല്യൂ. ഇതിനെ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം R4 ഇൻറ്റു R1ൻ്റെ വാല്യൂ ഞാൻ കൊടുത്തു ഒമേഗ സ്ക്വയർ R4 L1 C4 പ്ലസ് L1/C4 is equal to R2 R3. നമുക്കിതിനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ആദ്യം ഒമേഗ സ്ക്വയർ എഴുതി. ഇവിടെ R4ഉം R4ഉം ഉണ്ട്. അപ്പം എന്ത് വരും? R4 സ്ക്വയർ ഇൻറ്റു L1 C4 പ്ലസ് L1 C4 is equal to R2 ഇൻറ്റു R3 എന്ന് വരും.
ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് ടേമിൽ, അതായത് ഈ ഒരു ടേമിലും ഒരു L1 കോമൺ ആയി കിടക്കുന്നുണ്ട്. ഞാൻ ആ L1 എടുത്ത് പുറത്തേക്ക് ഇട്ടു. എന്താ വരിക? L1 പുറത്തേക്കിട്ടാൽ ബാക്കി എന്താ വരിക? ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ C4 പ്ലസ് 1/C4 ഈസ് ഈക്വൽ ടു R2 ഇൻറ്റു R3 ആണോ? ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ C4 പ്ലസ് 1/C4 ഈക്വൽ ടു R2 ഇൻറ്റു R3 എന്ന് കിട്ടി. ഒന്നുകൂടി ഇതിനെ സിംപ്ലിഫൈഡ് ആക്കിയാൽ L1 ഇൻറ്റു ഈ C4 ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ വരും? ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ ഈ C4 ഇൻറ്റു ഈ ഒരു C4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ C4 ഈസ് ഈക്വൽ ടു R2 ഇൻറ്റു R3 ഈസ് ഈക്വൽ ടു R2 ഇൻറ്റു R3. ഇനി ഇതിനെ വീണ്ടും ഒന്നുകൂടി മാറ്റിയാൽ എങ്ങനെ വരും? L1 ഇൻറ്റു ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ C4 ഇൻറ്റു C4 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ C4 ഈസ് ഈക്വൽ ടു R2 ഇൻറ്റു R3 ഈസ് ഈക്വൽ ടു R2 ഇൻറ്റു R3. ദെർഫോർ L1 ഇൻറ്റു ഇങ്ങനെ ഒന്നുകൂടി എഴുതാം. ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ C4 സ്ക്വയർ പ്ലസ് 1 ബൈ ഈ ഒരു C4 ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ R2 R3 C4 എന്ന് വരും. R2 R3 C4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് L1? L1 എന്ന് പറഞ്ഞാൽ R2 R3 C4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ C4 സ്ക്വയർ എന്ന് എഴുതാം. കിട്ടിയോ? L1-ൻ്റെത് ഇത് ഈക്വൽ ടു പ്ലസ് അല്ല കേട്ടോ, ഇത് തെറ്റാണ്. ഇത് ഈക്വൽ ടു ആണ്. അതിൽ തന്ന ഇതിലുള്ള മിസ്റ്റേക്കാണ്. L1 എന്ന് വെച്ചാൽ R2 R3 C4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ R4 C4 സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? L1 എന്ന് പറയുന്ന സംഭവം കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 3. L1 എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 3. ഇതും നമുക്ക് ആവശ്യമുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊന്നുകൂടെ ആവശ്യമായിട്ട് വരും. നേരത്തെ നമ്മളൊരു ഇക്വേഷൻ എഴുതി R1 ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ R4 L1 C4. R1-ൻ്റെ എക്സ്പ്രഷനിൽ ഇവിടെ ഒരു L1 കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എനിക്ക് കിട്ടിയ L1-ൻ്റെ വാല്യൂ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഇവിടെ എനിക്ക് കിട്ടിയ L1-ൻ്റെ വാല്യൂവിനെ ഇക്വേഷൻ 2-ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഇവിടെ എന്താ കിട്ടിയത്? ഒമേഗ സ്ക്വയർ R4 C4 L1 അല്ലേ? അപ്പം R1 ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ R4 C4 L1-ന് പകരം ഞാനിത് കൊടുക്കാൻ പോവാം. L1-ന് പകരം R2 R3 C4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ R4 C4 സ്ക്വയർ. R4 സ്ക്വയർ C4 സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾക്ക് L1-ഉം കിട്ടി, ഇവിടെ R1-ഉം കിട്ടി. L1-ഉം കിട്ടി, R1-ഉം കിട്ടി. നോക്കൂ, L1-ൻ്റെ ടേമിൽ R1-ഉം ഇല്ല, R1-ൻ്റെ ടേമിൽ L1-ഉം ഇല്ലാത്ത ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യൂ ഫാക്ടർ അഥവാ ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ സ്റ്റോറേജ് ഫാക്ടർ പഠിച്ച എങ്ങനെയായിരുന്നു? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ബൈ റെസിസ്റ്റൻസ് അല്ലേ? കോയിലിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെയും ആ പറയുന്ന റെസിസ്റ്റൻസിൻ്റെയും റേഷ്യോ ആണ് ക്വാളിറ്റി ഫാക്ടർ. ഇവിടെ നിങ്ങൾക്ക് L1 വന്നിട്ടുണ്ട്, R1-ഉം വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്യൂ ഫാക്ടർ കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം?
ക്യൂ ഫാക്ടർ ക്യൂ ഈസ് ഈക്വൽ ടു ഒമേഗ L1 എന്തായിരുന്നു വന്നത് R2 R3 C4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ C4 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ L1 ആയി ബൈ R1. R1 എന്താ വരുന്നത് ഒമേഗ സ്ക്വയർ R4 ഇൻറ്റു C4 ഇൻറ്റു R2 ഇൻറ്റു R3 ഇൻറ്റു C4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ ഇൻറ്റു C4 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഒമേഗ L1 ബൈ R, ഒമേഗ ഇൻറ്റു L1 R2 R3 C4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ ഇൻറ്റു C4 സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരണം ഒമേഗ L1 ബൈ R1. R1 ഇവിടെ ഇക്വേഷൻ എന്താ കിട്ടിയത് ഒമേഗ സ്ക്വയർ R4 C4 R2 R3 C4. അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങൾ നോക്കിയാൽ മതി ഒമേഗ സ്ക്വയർ R4 ഇൻറ്റു C4 ഇൻറ്റു R2 ഇൻറ്റു R3 ഇൻറ്റു C4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ ഇൻറ്റു C4 സ്ക്വയർ. ഇവിടെ നമുക്കറിയാം ഈ പറയുന്ന ടേമും ഇവിടെ കട്ട് ചെയ്തു പോകുമല്ലോ. ബാക്കി എന്താ ഉണ്ടാവുക ബാക്കി എന്ത് കാണും ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി R2 ബാക്കിയുള്ള നോക്കാം ഒമേഗ ഇൻറ്റു R2 R3 C4 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഇവിടെ നോക്കൂ R4 ഇവിടെയുണ്ട്, ഇവിടെ ഒരു C4 ഇവിടെ ഒരു C4. അപ്പം എന്ത് വരും C4 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. C4 സ്ക്വയർ എന്ന് നമുക്കിവിടെ എഴുതാം. പിന്നെ എന്താ ഉള്ളത് R2 ഇൻറ്റു R3 ആണല്ലോ. ഇവിടെ ഒരു ഒമേഗ ഇവിടെയും ഒരു ഒമേഗ കട്ടായിപ്പോയി. ബാക്കി എന്താ ഉണ്ടാവുക ബാക്കി ഒരു ഒമേഗ താഴെ ഉണ്ടാവും. ഇവിടെ നോക്കൂ R2 ഇൻറ്റു R3 കട്ടായി, R2 ഇൻറ്റു R3 കട്ടായി. ഇവിടെ ഒരു C4 കട്ടായി, ഇവിടെ C4 സ്ക്വയർ ആയതുകൊണ്ട് ഒരു C4 എന്തായാലും ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഒരു ഒമേഗയും കട്ടായി. ബാക്കി എന്താ ഉണ്ടാവുക 1 ബൈ ഒമേഗ R4 ഇൻറ്റു C4. അപ്പം ക്യൂ ഫാക്ടർ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ. ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ബൈ ഒമേഗ R4 C4 എന്ന് കിട്ടി. മനസ്സിലായോ? ഇവിടെ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് 1 ബൈ ഒമേഗ R4 C4 ആണോ? ക്യൂ ഇസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ R4 C4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒമേഗ R4 C4 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ ക്യൂ എന്ന് എഴുതിക്കൂടെ? ഒമേഗ R4 C4 ഇസ് ഈക്വൽ ടു 1 ബൈ ക്യൂ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒമേഗ R4 C4 ഇസ് ഈക്വൽ ടു 1 ബൈ ക്യൂ എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ നമുക്ക് 2 എക്സ്പ്രഷൻ കിട്ടിയിരുന്നു. ഇവിടെ നോക്കുക, R1നും നിങ്ങൾക്കൊരു എക്സ്പ്രഷൻ കിട്ടി, L1നും നിങ്ങൾക്കൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ 2 ടേംസിലും ഇവിടെ നോക്കൂ, ഒമേഗ R4 C4 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചത് 1 ബൈ ക്യൂ എന്നാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ C4 സ്ക്വയർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 1 ബൈ ക്യൂ സ്ക്വയർ. എന്താ വരിക? 1 ബൈ ക്യൂ സ്ക്വയർ എന്ന് വരും. ആണല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗം ഒമേഗ സ്ക്വയർ R4 C4 സ്ക്വയർ R1ലും ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ C4 സ്ക്വയർ L1ലും ഈ പറയുന്ന
സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുക. അപ്പോൾ എന്താ വരിക നോക്കൂ. R1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? R1 ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ R2 R3 R4 C4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ Q സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ആണല്ലോ, നമ്മളുടെ റിലേഷൻ പ്രകാരം 1 പ്ലസ് 1 ബൈ Q സ്ക്വയർ. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? ഇൻഡക്റ്റൻസിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻഡക്റ്റൻസിനെ മാത്രം നമുക്ക് ഈ ഫോമിലേക്ക് ചെയ്യാം. ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? R2 R3 C4 അല്ലേ? ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ R2 R3 C4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ C4 സ്ക്വയർ. ഇതാണ് നമുക്ക് നേരത്തെ പ്രൂവ് ചെയ്ത് കിട്ടിയത്. ഇവിടെ നോക്ക്, ഒമേഗ സ്ക്വയർ R4 സ്ക്വയർ C4 സ്ക്വയർ, അതിന് ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതാണ് 1 ബൈ Q സ്ക്വയർ. ആണോ? 1 ബൈ Q സ്ക്വയർ. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? R2 R3 C4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ Q സ്ക്വയർ. 1 പ്ലസ് 1 ബൈ Q സ്ക്വയർ എന്ന് നമുക്കിവിടെ കിട്ടും. അപ്പം നിങ്ങളോട് പറയുന്നു, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഇൻ ദ ഹെയ്സ് ബ്രിഡ്ജ് ഇൻ ടേംസ് ഓഫ് ദി Q ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ ചെയ്യണം. അത്യാവശ്യം വലിയൊരു ഡെറിവേഷനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് ചെയ്തു പഠിക്കാതെ ഒരു നിവൃത്തിയില്ല. കാരണം പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കാറുണ്ട്. 1-2 തവണ ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും ഇത് ചോദിക്കും, ഉറപ്പാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു Q ഫാക്ടർ ഗ്രേറ്റർ ദാൻ 10 വന്നാൽ നമ്മളവിടെ ഹെയ്സ് ബ്രിഡ്ജ് ഉപയോഗിക്കും. Q ഫാക്ടർ 1നും 10നും ഇടയിലാണെങ്കിൽ മാക്സ്വെൽ ബ്രിഡ്ജ് ഉപയോഗിക്കും. ഇപ്പം ഗ്രേറ്റർ ദാൻ 10 ആണ് വന്നത് എന്ന് വിചാരിക്കുക. ഇപ്പം Q ഫാക്ടർ 10 വന്നു എന്ന് വിചാരിക്കുക. Q ഫാക്ടർ Q ഈക്വൽ ടു 10 വന്നാൽ 1 ബൈ Q സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 ബൈ 100 അല്ലേ? അതായത് 0.01 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് വരിക. അപ്പോൾ ഈ 1നെ കമ്പയർ ചെയ്യുമ്പം 0.01ൻ്റെ പ്രത്യേകത എന്താ? 1നെ കമ്പയർ ചെയ്യുമ്പം 0.01 എന്ന് വെച്ചാൽ വളരെ സ്മോൾ വാല്യൂ ആണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 1 ബൈ Q സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡക്റ്റൻസായ L1നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? R2 R3 C4 R2 R3 C4. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് എവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഹെയ്സ് ബ്രിഡ്ജിൽ കൃത്യമായിട്ട് പ്രൂവ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ ആണ്. ഒരുപാട് ചെയ്യാനുണ്ട്, ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കണം. ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ L1 ഈസ് ഈക്വൽ ടു R2 R3 C4 എന്നാണ് പറയുന്നതെങ്കിൽ ഉറപ്പിച്ച് വെക്കുക, അത് ഹെയ്സ് ബ്രിഡ്ജ് ആയിരിക്കും. ഹെയ്സ് ബ്രിഡ്ജ് തന്നെയായിരിക്കും. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷകൾക്ക് ഒരുപാട് തവണ ഇത് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതൽ തവണയും വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജാണ് വന്നത്, പക്ഷേ ഇതും ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് ഇത് ടഫാന്ന് പഠിക്കാതിരിക്കരുത്. വളരെ സിമ്പിളാണ്. കുറേ ഒന്ന് ചെയ്ത് പഠിച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കത് കിട്ടണം. ഓക്കെയാണ് എന്ന് തന്നെ വിചാരിക്കുന്നു. നന്നായിട്ട് ചെയ്ത് പഠിക്കാം. എവിടെയെങ്കിലും ഡൗട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.